പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ വില്ലേജുകളിൽ എവിടെയെങ്കിലും കുടിവെള്ളം കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് കോടികൾ നീക്കി വെച്ചുകൊണ്ട് ഒരു പ്രവാസി മലയാളി നമ്മോടൊപ്പം ഉണ്ടായിരുന്നു ഇന്ന് ഉച്ച തിരിയുന്നത് വരെ. അദ്ദേഹം 12 റോൾസ് റോയ്സ് കാറുകളുടെ ഉടമയായിരുന്നു. ബുഗാട്ടി കാറുകളുടെ ശേഖരമുണ്ടായിരുന്നു. അതിസമ്പന്നമായത് എന്ന് തോന്നിപ്പിക്കുന്ന വീടുകളുണ്ടായിരുന്നു. ഏറ്റവും പ്രമുഖമായ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ചെയർമാനാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഡോക്ടർ CJ റോയ്. എല്ലാ മലയാളികൾക്കും അറിയാവുന്ന, എല്ലാ ചാനലുകളിലും റിയാലിറ്റി ഷോ ഉണ്ടെങ്കിൽ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വീടുകളും കാറുകളും ഒക്കെ അല്ലെങ്കിൽ പണക്കിഴികളും സമ്മാനമായി കൊടുക്കുന്ന, ജീവകാരുണ്യപരമായ ഒരുപാട് ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, അതേസമയം ഒരു ബില്യണയർ എന്നതിൻ്റേതായ പ്രകടനങ്ങളൊക്കെ എല്ലാ അർത്ഥത്തിലും ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ 57-ാം വയസ്സിൽ EDയുടെയും ആദായ നികുതി വകുപ്പിൻ്റെയും മാറി മാറിയുള്ള ചോദ്യം ചെയ്യലുകൾക്കിടയിൽ കഴിഞ്ഞ കുറേ നാളുകളായി വളരെയധികം അസ്വസ്ഥനായിരുന്നു എന്നാണ് ഇന്ന് ഈ ജനുവരി 30 വൈകുന്നേരം നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബാംഗ്ലൂരിലെ കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ച് ഇന്ന് ആദായ നികുതി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കവേ അദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റാത്ത ചോദ്യങ്ങൾ ഉണ്ടായിരുന്നോ ഇല്ലയോ ഇതൊന്നും നമുക്കറിയില്ല. ഒരു നിശ്ചിത ഘട്ടത്തിൽ അദ്ദേഹം അകത്തേക്ക് പോകുന്നു, ഓഫീസിൽ വെച്ച് തോക്കെടുക്കുന്നു, തലയ്ക്ക് നേരെ വെടിവെക്കുന്നു. അവിടെ വെച്ച് ഒരു ആത്മഹത്യയുടെ ലക്ഷണങ്ങളോടെ, ആത്മഹത്യയുടെ തലക്കെട്ടോടെ വിട പറയുന്നു. അദ്ദേഹത്തെ അറിയാവുന്നവർക്കെല്ലാം എപ്പോഴും സ്നേഹത്തിലും സന്തോഷത്തിലും പെരുമാറുന്ന, എല്ലാവർക്കും ഒരു പ്രേരണയാവാൻ വേണ്ടി ഉപദേശങ്ങൾ നൽകുന്ന, എല്ലാവരോടും കോൺഫിഡൻ്റായിരിക്കാൻ വേണ്ടി എപ്പോഴും പറയുന്ന, ഒരാവശ്യമുണ്ടെങ്കിൽ സഹായിക്കാൻ തയ്യാറാണെന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് സഹായിക്കുന്ന ഒരു CJ റോയിയുടെ മുഖം മനസ്സിൽ വരുന്നു. അദ്ദേഹം ഇങ്ങനെ വിട്ടുപിരിഞ്ഞു പോയി എന്നത് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് സുഹൃത്തുക്കളും അദ്ദേഹത്തെ അറിയാവുന്ന മാധ്യമ പ്രവർത്തകരുമെല്ലാം. മാത്രമല്ല, മറ്റ് പല രാജ്യങ്ങളുടെയും ഗവൺമെൻറ്റുകളുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന വ്യക്തിപരവും ബിസിനസ് സംബന്ധവുമായ ബന്ധം, അതൊക്കെ കൊണ്ടാണ് സ്ലോവാക്കിൻ്റെ ഓണറബിൾ കോൺസൽ എന്ന പദവി പോലും അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് ആ രാജ്യം ആദരിക്കുകയും വ്യാപാര ബന്ധുവാക്കി അദ്ദേഹത്തെ സൂക്ഷിക്കുകയും ചെയ്തത്. എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കാൻ സാധ്യത? EDയും ITയും കയറിയിറങ്ങി പരിശോധിക്കുന്നു എന്നുള്ളത് ഇന്ത്യയിൽ സമ്പന്നർക്കിടയിൽ, കച്ചവടം നടത്തുന്നവർക്കിടയിൽ ഒരു പുതിയ കാര്യമൊന്നുമല്ല. ഒരുപാട് പേർ പ്രതിസന്ധികളിൽ അകപ്പെടുന്നു. അതിനെ തുടർന്ന് ഒരുപാട് പേർ അതിൽ നിന്ന് ഊരിമാറി വീണ്ടും വിജയശ്രീലാളിതരായി നിൽക്കുന്നു. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി. ഇദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് ഇപ്പോഴും ദുരൂഹമാണ്. പക്ഷേ ഈ കഴിഞ്ഞ ഒരു 3 ദിവസം മുമ്പ് അദ്ദേഹം ദുബായിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുടെ പേരിൽ പുറപ്പെടുമ്പോൾ പതിവിന് വിപരീതമായി അദ്ദേഹം അസ്വസ്ഥനായിരുന്നു എന്ന് അദ്ദേഹത്തെ വേണ്ടപ്പെട്ടവർ, അറിയുന്നവർ ഇപ്പോൾ പറയുകയാണ്. എന്തോ ഒരു അസ്വാഭാവികത അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നു, മനസ്സിലുണ്ടായിരുന്നു എന്ന് അവർക്കൊക്കെ തോന്നിയിരിക്കുകയാണ്. ഒരു വലിയ വേട്ടയാടലിന് അദ്ദേഹം വിധേയമായോ എന്ന് ഈ സുഹൃത്തുക്കൾ സംശയിക്കുകയും ഞങ്ങളോട് അക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആത്മഹത്യാ വാർത്ത വിസ്മയവും വിഷമവും പ്രവാസികളിൽ സൃഷ്ടിച്ചിരിക്കുന്നു. ഏതായാലും ആ കുടുംബത്തിന്, അദ്ദേഹത്തെ അറിയാവുന്നവർക്ക് താങ്ങാൻ പറ്റുന്നതിലധികമാണ് ഈ വിയോഗം. ഞങ്ങളും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.